ഗലാത്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കീപ്പ് ചെയ്യുന്ന വിശ്വാസം, നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല്. അപ്പം അതുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി ദൈവമേ സാബു ബ്രദറിനെ കൂടുതൽ അനുഗ്രഹിക്കണം. ഈ മണിക്കൂറിൽ വചനം കേട്ട എല്ലാവരുടെ മേലും ഒരു ഗ്രേസ്, ഒരു ഗിഫ്റ്റ്, വിശ്വാസത്തിൻ്റെ ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസത്തിൻ്റെ അഭിഷേകം അവിടെ നിന്ന് നൽകണം. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷകളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവേ. കഴിഞ്ഞ മണിക്കൂറിൽ വചനങ്ങൾ എല്ലാവരുടെ മേലും കരുണയുണ്ടാകണമേ കർത്താവേ. അവരുടെ ആത്മാവിനെ ഭക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവ് എല്ലാവരുടെ മേലും ശക്തമായി ആവസിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം, അവിടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു കുട്ടിയുമായിട്ട് സ്ലീഹന്മാരുടെ അടുത്തേക്ക് ഒരു കുടുംബം വരികയാണ്, ഒരു അപ്പൻ വരികയാണ്. ആ ശിഷ്യന്മാർക്ക് ആ കുട്ടിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ശിഷ്യന്മാരുമായിട്ട് ആ കുട്ടിയുടെ അപ്പനും ആ കുട്ടിയുടെ അപ്പൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കുട്ടിയുടെ അപ്പൻ അത് കണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി, ജനക്കൂട്ട് യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോൾ യേശു ചോദിക്കുകയാണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ കുട്ടിയുടെ അപ്പൻ പറഞ്ഞു, എൻ്റെ മകന് ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, പക്ഷേ നിൻ്റെ ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് കയർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ഞാൻ വന്നിരിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കൊന്ന് ചെയ്തു തരാം. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് അത് ചെയ്തു തരണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 22, 23 കുഴപ്പമില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. അതിനുശേഷം 24-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 24, 25 പ്രധാനപ്പെട്ടതാണ്. 24, 25. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. മൂകനും ബധിരനുമായ ആത്മാവേ. അപ്പോൾ ഈ പിശാചുക്കൾ തന്നെ പല ലെവലിലുണ്ട്. മൂകനും ബധിരനുമായ ആത്മാവ്, ആസ്മ വരുത്തുന്ന ആത്മാവ്, തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കണ്ണിൻ്റെ കാഴ്ചയില്ല പോകുന്നത് പോലുള്ളത് ആത്മാക്കൾ. ചില ആത്മാക്കൾ കയറിയാൽ അങ്ങനെയാണ്. പാപം ചെയ്യിക്കുന്ന, ഇൻഡ്യൂസ് ചെയ്യുന്ന, പാപത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്ന ആത്മാവ്. അപ്പോൾ ഈ കുട്ടിയെ ഈശോയുടെ അടുത്തോണ്ട് ഈശോയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഈശോ പറഞ്ഞു, മൂകനും ബധിരനുമായ ആത്മാവേ, ശാസിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. 25-ാമത്തെ വാക്യം. മൂകനും ബധിരനുമായ ആത്മാവേ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. 26-ാമത്തെ വാക്യത്തിലോ എന്താ കാണുന്നത്? ഉടനെ എന്താ സംഭവിച്ചത്? അപ്പോൾ തന്നെ ശക്തിയായി അവനെ തള്ളി ഇട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട്
അത് പുറത്തു പോയി. ഉച്ചത്തിൽ അലറിക്കൊണ്ട് അത് പുറത്തു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ നല്ല ഉഷാറാണെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പിശാച് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കരുത്, തുറന്നു പറ. പിശാച് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിന് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലാത്തവരാണ് വളരെയധികം വിശ്വാസികൾ. യേശു അതിനെ ഗൗരവത്തിൽ എടുത്തിരുന്നു, പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരൊന്നും അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അതുകൊണ്ട് അതിനെ ബഹിഷ്കരിക്കുന്ന കാര്യവും അവർ കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇപ്പം നമ്മുടെ തലമുറയിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിശാച് അതൊന്നുമില്ല, വെറുതെ ഓരോന്ന് പേടിപ്പിക്കാൻ വേണ്ടി അതൊന്നുമില്ല, അവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇനി വേറെ ചിലർ പറഞ്ഞെന്നറിയാമോ, പിശാച് എന്ന് പറഞ്ഞാൽ അതായത് വെളിച്ചത്തിൻ്റെ ആബ്സെൻസ് ആണ് ഇരുട്ട്. വെളിച്ചം ഇല്ലാതെ വരുമ്പോൾ ഇരുട്ടുണ്ടാവും, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തന്നെ പോകും. അതുപോലെ ഒരു ദൈവം ഇല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പിശാച് എന്നൊക്കെ പറയണത്. അങ്ങനെ ചില ആളുകളുടെ ചില അത്ഭുത സിദ്ധാന്തം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സഭ ഔദ്യോഗികമായി എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? CCC 2851 CCC 2851 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2851. അവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്, ഈ യാചനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണം മാത്രമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തിന്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ തിന്മ നന്മയുടെ ആബ്സെൻസ് മാത്രമല്ല. തിന്മ നന്മയില്ലാത്തടത്ത് തിന്മ, അങ്ങനെയല്ല. തിന്മ എന്ന് പറയുന്നത് ഒരു വ്യക്തി, പിശാച് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. തിന്മ ഒരു അമൂർത്ത അവതരണം മാത്രമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെയും മുമ്പിൽ പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. അപ്പം പിശാച് എന്നത് ഒരു വ്യക്തിയാണ്. അതിന് ശുശ്രൂഷയൊക്കെ തടസ്സമുണ്ടാക്കി കയറി നിൽക്കാൻ പറ്റും, പ്രതിബന്ധം സൃഷ്ടിക്കാൻ പറ്റും. പ്രതിബന്ധം അതിന് ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ച് നോക്കിയേ. 2851 ഇംഗ്ലീഷിൽ എന്താ വായിക്കുന്നത്? ഇൻ ദിസ് പെറ്റീഷൻ ഈവിൾ ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ഷൻ. ഒരു നന്മയുടെ ആബ്സെൻസ് ആണ് തിന്മ, അതല്ല. ഈവിൾ ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ഷൻ ബട്ട് റെഫേഴ്സ് ടു എ പേഴ്സൺ, Satan, the evil one, the angel who opposes God. തിന്മയുടെ പേര് the angel who opposes God. The devil is the one who throws himself across God's plan and his work of salvation accomplished in Christ. അത് മലയാളത്തിൽ വായിച്ചതാണ് എന്ത് പറയണത്? യേശുക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ മുൻപിൽ പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. അപ്പോൾ പിശാച് എന്നത് ഒരു വ്യക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ വ്യക്തിയെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ വ്യക്തിയെ ചിന്തിക്കണം. കാരണം ഈ വ്യക്തി വളരെ ഡിസീവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. 2852 ഇംഗ്ലീഷ് വായിച്ചു നോക്കിയേ. 2852 ഇംഗ്ലീഷ്. അവിടെ ഇങ്ങനെ പറയണത്, മർഡർ ഫ്രം ദ വെരി ബിഗിനിങ്, a liar and the father of lies. Satan is the deceiver of the whole world. The deceiver of the whole world. Deceive ചെയ്യുക, വഞ്ചിക്കുന്നവൻ,
സകല ലോകത്തെയും വഞ്ചിക്കുന്ന പുരാതന സർപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു വിശേഷണമാണ് സകല ലോകത്തെയും വഞ്ചിക്കുന്നവൻ. സകല ലോകത്തെയും വഞ്ചിക്കുന്നവൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ഓക്കെ, അപ്പോൾ സകല ലോകത്തെയും വഞ്ചിക്കുന്നവൻ, who deceives the whole world. ആ കൂട്ടത്തിൽ എന്നെ വഞ്ചിക്കില്ലേ? വട്ടായലസിനെ വഞ്ചിക്കുന്ന പുരാതന സർപ്പം അല്ലേ? എല്ലാ മിനിറ്റിലും എല്ലാ സെക്കൻഡിലും അവിടെ വഞ്ചിക്കാൻ നോക്കും. അത് നിങ്ങളെ വഞ്ചിക്കില്ലേ? ദ ഹോൾ വേൾഡ്, സകല ലോകത്തെയും വഞ്ചിക്കുന്ന ഒരു വ്യക്തിയാണത്. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും എന്ത് ചെയ്യും? നമ്മളെ വഞ്ചിക്കാൻ നോക്കും. അത് അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞ് 2852 മലയാളം എന്ന് പറയുന്നത്, ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണയുടെ പിതാവും പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താൻ. പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവൻ എന്ന് പറയുന്നത് ഹൂ ഡിസീവ്സ് ദ ഹോൾ വേൾഡ് എന്ന് പറയണത്. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ വിഷയം ഇതാണ്. ഇങ്ങനെയുള്ള ഒരു പിശാചിൻ്റെ ഉപദ്രവം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കാം, നമ്മുടെ ശുശ്രൂഷകളെ ബാധിക്കാം, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ ബാധിക്കാം, നമ്മുടെ മക്കളെ ഡിസീവ് ചെയ്യാം. ഡിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, നമ്മുടെ മക്കളെ വഞ്ചിക്കാം. അപ്പോൾ പിശാച് വഞ്ചിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് മാതാപിതാക്കന്മാർ കഠിന വെറുപ്പ് തോന്നും. പിശാച് വഞ്ചിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളത് സത്യമായിട്ട് തോന്നും. ഇപ്പോൾ സ്വർഗമാണ് സത്യം എന്ന് നമുക്കറിയാമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിശാച് വഞ്ചിച്ച് കഴിയുമ്പോൾ നരകമാണ് നല്ലതെന്ന് തോന്നാൻ തുടങ്ങും. അങ്ങനെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. പിശാചിൻ്റെ തട്ടിപ്പ് എന്ന് നമ്മുടെ പഴയ അമ്മച്ചിമാർ പറഞ്ഞത് അതാണ്. അതുപോലെ നമ്മുടെ കുടുംബനാഥകൾ എല്ലാവരെയും ഇത് ബാധിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ നാം എന്തു ചെയ്യണം? ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. എന്താണ്? പിശാചിനെ ബഹിഷ്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ ഒരു കൽപ്പനയുണ്ട്. ഈശോയുടെ കൽപ്പന എങ്ങനെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:8 ഈശോ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ്. ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 10:8 പറഞ്ഞിങ്ങനെയാണ്: നിങ്ങൾ രോഗികളെ കണ്ടാൽ സുഖപ്പെടുത്തണം, മരിച്ചവരെ കണ്ട കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, പിശാചുകളുടെ കണ്ട എന്ത് ചെയ്യണം? പിശാചുകൾ എന്ത് ചെയ്യണം? പിശാചുകളെ ബഹിഷ്കരിക്കുക. പിശാചുകൾ നിങ്ങൾ ബഹിഷ്കരിക്കണം. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി കൊടുക്കുവിൻ. അപ്പോൾ പിശാചിനെ ബഹിഷ്കരിക്കാൻ ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം. ഇത് വൈദികർക്ക് മാത്രമല്ല, ഒരുവിധം എല്ലാവർക്കും ചില കൈക്രിയകൾ കൊണ്ട് പിശാചിനെ പുറത്താക്കാൻ പറ്റും. കാരണം ദൈവമക്കൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. അത് 2852 CCC 2852 എടുത്ത് CCC 2052 ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വന്നേ. ആ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ: നിന്റെ തെറ്റുകൾ ക്ഷമിക്കുകയും പാപങ്ങൾ എടുത്തു കളയുകയും ചെയ്യുന്ന കർത്താവ് നിന്നെ സംരക്ഷിക്കുകയും നിന്റെ ശത്രുവായ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. പിശാച് വഞ്ചിക്കാൻ വേണ്ടി വരുമ്പോൾ പിശാചിൻ്റെ വഞ്ചനയിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് യേശുവാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഒരുവിധ വലിയ വഞ്ചനയെ പെടാതെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം യേശു നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിലേക്ക് നയിക്കുന്ന ശത്രു നിന്നെ സ്തബ്ധനാക്കാതിരിക്കാൻ വേണ്ടിയാണിത്. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നവൻ പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. ഒരു വ്യക്തി ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നെങ്കിൽ അവൻ പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അവന് പിശാചിൻ്റെ മേൽ കർത്താവ് അധികാരം നൽകിയിരിക്കുകയാണ്. പിശാചിൻ്റെ മേൽ കർത്താവ് അതെവിടെ നൽകിയിരിക്കുന്നത്? അതാണ് ലൂക്ക 10:19. ഇത് നിങ്ങൾ അടിവരയിട്ട് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് ഈശോ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഹൃദയം കൊണ്ട് വിശ്വസിക്കും. ലൂക്ക 10:19 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ ഉപദ്രവിക്കാൻ പിശാചിന് അധികാരമില്ല. ഇത് ക്ലിയർ.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെ എന്താ ചില അഹങ്കാരികളെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല. ഇങ്ങനെ മാനത്ത് ഇങ്ങനെ നോക്കി നടന്നു, പഴത്തൊലയിൽ ചവിട്ടി മലന്നടിച്ച് വീണു. അതുപോലെ പിന്നെ കർത്താവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എളിമപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ, അഹങ്കാരിയെ ജീവിച്ചാൽ അഹങ്കാരിയുടെ വിനകൾക്ക് അറുതിയില്ലെന്നാണ് പറയണത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അഹങ്കരിച്ച് നെകളിച്ച മാനത്ത് നോക്കി നടന്നാൽ പഴത്തൊലയിൽ ചവിട്ടി മലന്നടിച്ച് വീഴും, അത് ഉറപ്പാണ്. ഒരു ഇല വീഴുന്നത്ര വേഗത്തിൽ നിങ്ങൾ ക്ഷയിച്ചു പോകും. എത്ര വലിയ ആത്മീയനാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഇല വീഴുന്നത്ര വേഗത്തിൽ വീണു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സകല ലോകത്തെയും വഞ്ചിക്കുന്ന ഈ ഒരു സർപ്പം, ഈ ഒരു അന്ധകാര ശക്തി, തിന്മയുടെ ദുരാത്മാവ് പിശാച് എന്ന വ്യക്തി എന്നെ വഞ്ചിക്കാൻ വേണ്ടി എപ്പോഴും 24 hours വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് ശ്രദ്ധയോടെ ജീവിക്കണം. യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയുടെ മേൽ അവന് അധികാരമില്ല. പക്ഷേ 24 hours എന്തു ചെയ്യും? അവനെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കും. ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു രാജ്യം 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. അതുപോലെ എല്ലാ നിങ്ങൾ ശ്രദ്ധയില്ലേ, ശത്രു 24 hours ഏതെങ്കിലും വിധ രാജ്യത്ത് നശിപ്പിക്കാൻ പഴുത് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെ ജാഗ്രതയില്ലെങ്കിൽ നമ്മൾ അശ്രദ്ധയുള്ള ഏതെങ്കിലും സമയത്ത് അലസത ബാധിച്ചത് ആ സമയത്ത് കയറി നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മളെ ദുർബലപ്പെടുത്തി. അതുകൊണ്ട് എപ്പോഴും ഈശോ പറഞ്ഞത് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യത്തോട് അമിതമായ ഒരു ആഗ്രഹം തോന്നിയാൽ അവിടെ പിശാചിൻ്റെ ആക്രമണം ഉണ്ടാവും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവീൻ. ഈശോ ദൈവവചനത്തിൻ്റെ നിർദ്ദേശം മാനിക്കുക. എല്ലാവിധ അത്യാഗ്രഹം നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവൻ. ഇനി പിശാചിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് നമ്മൾക്ക് ഇതിനെ തറപറ്റിക്കാൻ പറ്റും. അത് ഉപവാസവും പ്രാർത്ഥന. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 28-29 വാക്യങ്ങളിലാണ്. ഈ ശിഷ്യന്മാർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് സ്വകാര്യമായിട്ട് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത്? അപ്പോൾ ഈശോ ഈ ശിഷ്യന്മാർ കൊടുത്ത മറുപടിയാണെന്ത്? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണോ? ഇത് നിങ്ങൾക്ക് വളരെ വലിയ ഗിഫ്റ്റുള്ള ആളാണ്. നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ പറ്റുന്നുണ്ടോ? വളരെ ഗിഫ്റ്റുള്ള ആളാണ്. കാരണം ഈ ഉപവാസവും പ്രാർത്ഥനയും വഴി പിശാചിനെ തറപറ്റിക്കാനുള്ള കരുത്ത്, ഒരു ഗിഫ്റ്റ്, ഇത് രണ്ടും കൊണ്ട് പിശാചിനെ തറപറ്റിക്കാൻ പറ്റും. ഈശോ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ, വിശ്വാസികളുടെ ഇടയിൽ ഇത് രണ്ടെണ്ണം ദുർബലപ്പെടുത്താൻ വേണ്ടി സാത്താൻ ഭയങ്കര തിരക്കും ഭയങ്കരമായ വിധത്തിൽ കുടുംബത്തിലെ അന്തരീക്ഷം മാറ്റിക്കളയും. ഒരാൾക്ക് ഉപവാസം എടുക്കാൻ പറ്റാതാക്കി കളയും. ഉപവാസത്തിൻ്റെ കാര്യം വീട്ടിൽ പറയാൻ പറ്റാത്ത പോലെ ആക്കി കളയും. അങ്ങനത്തെ ചില ഫിലോസഫി കയറി കൂടും. അപ്പം അതുകൊണ്ട് മക്കളെ ഉപവാസം എടുക്കാൻ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യണം. ആത്മീയത ചെറുപ്പത്തിലെ പരിശീലിക്കണം. ഉപവാസം എടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം. കൊന്തയെല്ലാം പ്രാക്ടീസ് ചെയ്യണം. പ്രയർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഇത് വീട്ടിൽ പരിശീലിക്കണം. കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ പ്രാർത്ഥനയിൽ നല്ല പ്രാവീണ്യം നേടിയ മക്കളായി മാറണം. എന്നാൽ അടുത്ത കുടുംബജീവിതത്തിൽ, അടുത്ത കുടുംബം രൂപീകരിക്കുമ്പോൾ ആ കുടുംബത്തെ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ നിങ്ങൾക്ക് ബലപ്പെടുത്താൻ പറ്റുള്ളൂ. ആ കുടുംബത്തിനെതിരെ വരുന്ന അന്ധകാരശക്തി ആക്രമണത്തിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കണമെങ്കിൽ കുടുംബനാഥ എന്ന നിലയിൽ നിങ്ങൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മികവുള്ളവരായിരിക്കണം. ഇനി രണ്ടാമത്തത്, യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ഡെലിവറൻസ് ചെയ്യാൻ പറ്റും. യേശുക്രിസ്തുവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ തിന്മയും തിന്മയുടെ ആധിപത്യങ്ങളും തകർന്നു പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുക, യേശുക്രിസ്തുവിൻ്റെ നാമം പറയുക. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 49-ാമത്തെ വാക്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49-ാമത്തെ വാക്യം. യോഹന്നാൻ പറയുകയാണ്, യേശുവിനോട് പറയുകയാണ്, ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഒരു ശിഷ്യന്മാർ പറയുന്ന സമയത്ത് എന്താ, വഴിയിലിരുന്ന്
ഒരാൾ യേശുവിൻ്റെ നാമം അയച്ച് പിശാചിനെ ഒഴിപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് നിന്ന് പിശാചുകൾ വിട്ടുപോകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ പിശാചുകൾ വിട്ടുപോകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുമ്പോൾ പിശാചുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമം സ്വന്തമാക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത് വെഞ്ചിരിച്ച വസ്തുക്കൾ ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ല. എൻ്റെ അമ്മയൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന സംഗതിയാണ് വെഞ്ചിരിച്ച വസ്തുക്കൾ തൊടിയിക്കുക, വെഞ്ചിരിച്ച വെള്ളം കുടിക്കാൻ പറയുക. അതായത് അത് ക്രിസ്തീയ കുടുംബങ്ങളിൽ ഇതിനെക്കുറിച്ച് നല്ല പ്രാവീണ്യം, നല്ല അറിവുണ്ടായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്കിതിനെക്കുറിച്ച് ആദ്യകാലത്തൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അത്ര നല്ലൊരു ക്രിസ്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ജില്ലയിൽ നിന്ന് വന്നതല്ല. ഞാൻ ഒരു വേറൊരു ജില്ലയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ഈ അട്ടപ്പാടി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു. അതിലൊന്ന് വെഞ്ചരിപ്പിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ വിലയാണ്. അതായത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സജി എന്നാണ്. അദ്ദേഹം ഒരു നാൾ ഓസ്ട്രേലിയയിൽ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ 5 ദിവസം ധ്യാനം കൂടിയിട്ട് പോകുമ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം വെഞ്ചിരിച്ച കുറച്ച് വെള്ളം അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു നാട്ടിലേക്ക് ഒരു വിദൂര പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു വല്യപ്പനുണ്ട്. അത് ബന്ധത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഏതോ ഒരു കസിനോ ഒക്കെ ആയിരിക്കാം. ഒരു ഇച്ചിരി പ്രായമുള്ളത്. അവർ 20 വയസ്സ്, അതിൽ ആ വല്യപ്പനുണ്ടല്ലോ, ആ വല്യപ്പൻ 20 വയസ്സിലോ 30 വയസ്സിലോ മറ്റേ പള്ളിയിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതുവരെ 80 വയസ്സിലാണ് അധികമായിട്ടുണ്ട്. ഇതുവരെ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. ഇതുവരെ പിന്നെ വിശുദ്ധ കുദാശകൾ സ്വീകരിച്ച് അങ്ങനെ താല്പര്യമില്ല. വിശ്വാസ അച്ഛന്മാരുടെ അടുത്തേക്കൊന്നും പോയില്ല. ആര് പറഞ്ഞാലും പോയില്ല. എത്ര വർഷങ്ങളായി, 10-50 വർഷത്തിലധികമായിട്ട് പോയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയിട്ട് ആ വല്യമ്മയുടെ കയ്യിൽ കൊടുത്ത് വല്യമ്മ എന്ത് ചെയ്തു, വല്യമ്മ വെഞ്ചിരിച്ച വെള്ളം പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഈ കട്ടിലിൻ്റെ 4 കുരിശ് വരച്ച് ഈ ചേട്ടൻ്റെ നെറ്റിയിലൊക്കെ തൊട്ട് വിരിച്ചിട്ട് കുടിക്കാനൊക്കെ കൊടുത്തു. ഈ വല്യപ്പ പറയാണ്, പിറ്റേ ദിവസം അത് ഏതാണ്ട് ദിവസങ്ങൾ കുടിക്കുന്നത് പിറ്റേ ദിവസം തന്നെ തോന്നണം. വലിയ പറയാണ്, എന്നെ പെട്ടെന്നൊരു പള്ളിയിലേക്ക് കൊണ്ടോ, എന്നെ അടുത്ത പള്ളിയിലേക്ക് വേഗം എന്നെ കൊണ്ടോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയുക, പിന്നെ മരിക്കുന്നത് വരെ ഈ വല്യപ്പൻ മുടങ്ങാതെ പള്ളിയിൽ പോവുക, മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി ശിഷ്ടകാലത്ത് രൂപാന്തരപ്പെട്ടു. ഉപദേശമോ നിർബന്ധമോ ഭീഷണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ, വെഞ്ചിരിച്ച വെള്ളത്തിൻ്റെ ശക്തി അറിയാവുന്ന ഒരു കുടുംബാംഗം എന്ത് ചെയ്തു, ഈ വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ ആ വ്യക്തിയുടെ എന്ന് തൊടിയിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് വരുൺ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇവിടെ വന്നു. അതിന് ഈ അട്ടപ്പാടി കൽക്കുരിശ് മലയിൽ വെഞ്ചിരിച്ച വെള്ളം ഉണ്ടായിരുന്നു. ഈ കൽക്കുരിശ് മലത്തിൽ വെഞ്ചിരിച്ച വെള്ളം എടുത്ത് ഡൽഹിക്ക് കൊണ്ടുപോയി. ആ വരുണിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. My name is Varun. I belong to the Delhi Archdiocese. I'm studying to pursue a PhD from Germany. Yes. Last year, for the past 17 years, since the age of 10, I've been suffering from chronic asthma and bronchial attacks. Whenever a change of season occurs or whenever there is some kind of dust, I always have an asthma attack and a bronchial attack, which is accompanied with a lot of sneezing that just doesn't stop for at least 1 hour or 2 hours. And in order to remedy that, I have to take a Rotahealer or an anti-allergic. And last year, my mother, in the month of July, came to Seyon Retreat Center and went to the hilltop Kurshimala, where she took a little bit of the holy water and brought it back home and offered to drink to me. And since that moment till now, I have never experienced a single bout of asthma or sneezing or anything. Completely cured. Completely cured. Perfect. Completely cured. Praise the Lord. Family members വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. Okay, Vincent, praise the Lord. Hallelujah. 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 ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു കണ്ടോ, അതായത് ചെറുപ്പം തൊട്ടുള്ള ആസ്മയാണ്, ഒരാൾക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല.
ഹെൽപ്ലെസ് ആയിരുന്നു എല്ലാവരും. എല്ലാ ഡൽഹിയിലുള്ള ഹോസ്പിറ്റൽ എല്ലാം ചികിത്സിച്ചതാണ്. ഇദ്ദേഹം ഇപ്പം ജർമ്മനിയിൽ ഫിസിക്സിന് PhD എടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്ര 27 വർഷമായി ഇതുവരെ അത് മാറിയിട്ടില്ല. പക്ഷേ അമ്മ വിശ്വാസത്തോടെ ഇവിടെ അട്ടപ്പാടി വന്നു. എന്നിട്ട് ഈ കൽക്കുരിശ് മലയിൽ നിന്ന് തുള്ളി വെഞ്ചിരിച്ച വെള്ളം എടുത്തുകൊണ്ട് ഡൽഹി കൊണ്ടുപോയിട്ട് ആ മനുഷ്യന് കൊടുത്തു. അഹ്റോൻ്റെ വടി തളർത്തതുപോലെ അവിടെ കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടു. അവിടെ ആ പ്രവൃത്തി ഫലം കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ ഇത് അറിഞ്ഞിരിക്കണം. വെഞ്ചിരിച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വെഞ്ചിരിച്ച വെന്തിങ്ങം പഴയ തലമുറകൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ്. വെഞ്ചിരിച്ച കൊന്ത, വെഞ്ചിരിച്ച കുരിശുരൂപം, വെഞ്ചിരിച്ച രൂപങ്ങൾ, ഈശോയുടെ രൂപങ്ങൾ, വെഞ്ചിരിച്ച മാതാവിൻ്റെ രൂപം, വെഞ്ചിരിച്ച മെഡലുകൾ, ഇതെല്ലാം ഉപയോഗിച്ച് പഠിക്കണം. ഇതിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഈ തിന്മയുടെ ശക്തി നമ്മളെ ശല്യം ചെയ്യും. ആ തിന്മയുടെ ശക്തി ശല്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കുടുംബത്തെ മോചിപ്പിക്കണം എന്ന് ഓരോ കുടുംബത്തിലുള്ളവർ അറിഞ്ഞിരിക്കണം. ഇഞ്ചക്ഷൻ കൊടുത്താലും പിന്നെ വാക്സിൻ കൊടുത്താലും ഒന്നും ഇതിൽ നിന്ന് മോചനം കിട്ടിയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ഓരോ കുടുംബത്തിലും ഒരു പരിജ്ഞാനമാണ്, ആത്മീയ പരിജ്ഞാനം, ഒരു നിശ്ചിത എമൗണ്ട് അളവ് ആത്മീയ പരിജ്ഞാനം ആവശ്യമാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആജ്ഞാപിച്ച് പുറത്താക്കുക. അടുത്തതാണ് ആജ്ഞാപിച്ച്, അതൊന്ന് കൽപ്പിച്ച് കഴിയുമ്പോൾ, ആജ്ഞാപിച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എന്താ കണ്ടത്? യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു അതിനോട് ചേട്ടാ പിശാചെ ദയവ് ചെയ്തെന്ന് പോയാട്ടെ, അങ്ങനെയാണ് പറയുന്നത്. കൽപ്പിക്കരുത്. മൂകനും ബധിരനോ ആത്മാവേ, ഐ കമാൻഡ് യു ലീവ് ഹിം റൈറ്റ് നൗ. മൂകനും ബധിരനോ ആത്മാവേ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, പുറത്തു പോവുക, ഇനി അവരിൽ പ്രവേശിക്കരുത്. എ കമാൻഡ്, ഒരു ആജ്ഞ കൊടുത്തു. ആജ്ഞാപിച്ച് പുറത്താക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 23 തൊട്ട് 26 വരെ വാക്യങ്ങളുണ്ട്. അവിടെ ഒരു പിശാച് ബാധ്യത്തിൻ്റെ കാര്യമാണ്. അവൻ അലറി, എപ്പോഴും കാണുന്നത് ഇതിന് അലർച്ചയാണ് ഇതൊരു പ്രശ്നം. അത് അലറിക്കൊണ്ട് പുറത്തു പോകുക, അലറുക, ചെറിയ ബഹളം വെക്കുക, അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ സൂക്ഷിക്കണം. അപ്പം നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് അറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ഇങ്ങനെയൊക്കെ. അപ്പം എന്ത് യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ കുറേ ഒച്ചയും ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് അവൻ്റെ ഒരു പ്രത്യേകത രീതിയാണ്. ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ പുറത്തു. അപ്പോൾ ആജ്ഞാപിച്ച് ഇതിനെ ബഹിഷ്കരിക്കാൻ പറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതാണ് വിശുദ്ധ വസ്തുക്കൾ തൊടുവിക്കുക. വിശുദ്ധ വസ്തുക്കൾ തൊടിക്കത്തപ്പം എന്താ പറഞ്ഞത്? നല്ല റിലിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിലിക്സ് തൊടിയിച്ച് കഴിഞ്ഞാൽ ഡെലിവറൻസ് ഉണ്ടാവും. വിശുദ്ധ വസ്തുക്കൾ തൊടിയിക്കുക. അങ്ങനെ അല്ലെങ്കിൽ എന്താ വിശുദ്ധ ജലം തൊടിയിച്ചാൽ അങ്ങനെ ഉണ്ടാവും, വിശുദ്ധ വസ്തുക്കൾ തൊടിയിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ചിലരിങ്ങനെ കാപ്പയിലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ല, ഇങ്ങനെ ഇങ്ങനത്തെ ഊറാറയിലൊക്കെ തൊട്ട്, അതൊക്കെ അങ്ങനെ വിശുദ്ധ വസ്തുക്കൾ. ഞാൻ ഓർക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ 19-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ. ആക്ട്സ് 19:11-12. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. രോഗങ്ങൾ വിട്ടുപോകുന്നു, അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വന്നിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ചിലരില്ലേ ഓരോ വിശുദ്ധ സ്ഥലത്തൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിനൊക്കെ വളരെ വലിയ ശക്തിയുണ്ട്. അതുപോലെ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുപോകും. നിങ്ങൾ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുപോകും. വചനം കേൾക്കുമ്പോൾ നല്ല ഡെലിവറൻസ് സംഭവിക്കും. ഒരു ജനറൽ ഡെലിവറൻസ് സംഭവിക്കുന്ന സമയമാണ് കൺവെൻഷൻ സമയം. വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്നാൽ മതി. കുറേ പിശാചുകൾ തലേന്ന് പോകും. തലേന്ന് മാത്രമല്ല, വീട്ടിൽ നിന്നും പോകും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൊതുവായ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയാണ് വചനപ്രഘോഷണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ.
അവിടെ വചനപ്രഘോഷണത്തിന് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്ന് യേശുവിനോട് പറയുകയാണ്, 72 പേരും തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഉടനെ യേശു മറുപടി പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് വചനത്തിൻ്റെ ശക്തിയാൽ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കും, വിട്ടുപോകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിന് അതിന് അത്ഭുത ശക്തിയുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ, അതായത് അനനിയാസ് പോയി സുവിശേഷം പ്രസംഗിച്ചു. ചെറിയ പീലിപ്പോസും അനനിയാസ് എല്ലാവരും പോയി. അല്ല, പീലിപ്പോസ് സമരിയായിലെത്തി. സമരിയായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വചനം പ്രഘോഷിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 7-8 വാക്യങ്ങളിലുണ്ട്. എന്താ പറഞ്ഞത്? ആ സമയത്ത് അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. പോയി പ്രസംഗിച്ചതാണ്, വചനം പ്രസംഗിച്ചതാണ്. വലിയ ഡെലിവറൻസ് ആ നാട്ടിൽ സംഭവിച്ചു. നല്ല സ്വരത്തിൽ പറഞ്ഞ് 2 കരങ്ങൾ ഉയർത്തി ഒന്ന് എല്ലാവരും ഒന്ന് സ്തുതി ചെയ്യും. ഒരു കൃപ നിറയട്ടെ, എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലേക്കും കൃപ നിറയട്ടെ. കർത്താവേ, ഈ കൃപ നിറയട്ടെ. ആരാധന, 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 അഭിഷേകം നിറയട്ടെ. നന്ദി. വിശുദ്ധ കുരിശിന്റെ അടയാളം, സൈൻ ഓഫ് ക്രോസ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എന്താ പറഞ്ഞാൽ പിശാചുക്കൾ ഒഴിഞ്ഞു പോകും. വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംഭവം. അന്തോനീസ് പുണ്യാളൻ കൊച്ചുകുട്ടിയായിരുന്നു. അവന് 10 വയസ്സോ 14 വയസ്സോ പ്രായം. അപ്പോൾ എന്ത് ചെയ്യും? ദേവാലയത്തിൽ പോകുമ്പോൾ കുർബാനയ്ക്ക് ശേഷം കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം ആളുകളൊക്കെ പെട്ടെന്ന് തിരക്കാണ്. കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് അവരുടെ ജോലിക്ക് പോകും. ഇത് കുട്ടിയായതുകൊണ്ട് അത് കുറച്ച് നേരം ഈശോയെ ഒത്തിരി സ്നേഹിച്ച്, അന്തോനീസിനോട് ചെറുപ്പം തൊട്ട്, അതിൻ്റെ പേര് ഫെർണാണ്ടോ അന്ന് മറ്റേ ഇറന്ന പേരും തോന്നണോ, ഇത് ചെറുപ്പത്തിലെ പേര്. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് അസാധാരണമായൊരു ദുർഗന്ധം. അപ്പം തന്നെ മനസ്സിലായി പിശാചിൻ്റെ പ്രസൻസ് ആണെന്ന്. അസാധാരണമായൊരു ദുർഗന്ധം. ചിലർ പന്നീയുടെ മണമായിരിക്കും, പല തരത്തിലുള്ളത് വരും. ആടിൻ്റെ മണം പോലെയൊക്കെ വരും, പല തരത്തിലുള്ള മണമൊക്കെ വരും. ചിലപ്പോൾ വായ്നാറ്റം പോലുള്ള സാധനമൊക്കെ ഇങ്ങോട്ട് വരും. നമ്മൾ വിചാരിക്കും ആരെങ്കിലും മനുഷ്യരൊന്നുമല്ല, അസാധാരണമായ ദുർഗന്ധം ചിലപ്പോൾ അനുഭവപ്പെടും. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഈ ഫെർണാണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വികൃതമായ പിശാചിൻ്റെ രൂപം. ഫെർണാണ്ടോയ്ക്ക് അത് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റില്ല. ചിലർക്ക് ദൈവം ഗ്രേസ് കൊടുക്കും. അന്തോനീസ് പുണ്യാളന് ദൈവം കൊടുത്ത് പ്രത്യേക ഗ്രേസാണ് പിശാചിനെ കാണാനേ പ്രത്യേക വിധത്തിൽ ഡെലിവറൻസ് കൊടുക്കാനുള്ളൊരു കൃപ. അപ്പോൾ ഈ കുട്ടിയായിരുന്ന ഫെർണാണ്ടോയ്ക്ക് ഇത് കണ്ടു. അപ്പോൾ തന്നെ ഫെർണാണ്ടോ ആ നിലത്ത് ഒരു കുരിശങ്ങൾ വരച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഉരുകിയ ടാറ് പോലെ ആയെന്ന് പറഞ്ഞാൽ അതേപോലെ. അപ്പോൾ അത് ഇതായി. അത് ഫെർണാണ്ടോയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അന്തോനീസ് പുണ്യാളൻ്റെ ചരിത്ര പുസ്തകത്തിൽ വായിച്ച സംഭവം ഞാൻ ഓർക്കുന്നത്. ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിലാണെങ്കിൽ ശരി, നിങ്ങൾ രാത്രിക്ക് ദുസ്വപ്നങ്ങൾ കണ്ടു, ഇത് കണ്ടു വരുന്നു, പെട്ടെന്ന് ഒരു കുരിശ് മേടിച്ച് ഒന്ന് പിടിച്ചു നോക്കിയേ, ഇപ്പോൾ എല്ലാ തരം ബാധകളും ഒഴിഞ്ഞു പോകും. നല്ലൊരു വെഞ്ചരിച്ച കുരിശ് വീട്ടിൽ ഉണ്ടാകണം, നല്ലതാണ്. ഇത് ക്രിസ്ത്യാനികളായ അനേകം പേർക്ക് വലിയ ബോധ്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ അട്ടപ്പാടി കണ്ട കാര്യമുണ്ട്. നാനാജാതി മതസ്ഥർ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇതിലൊരു മാല വെഞ്ചരിച്ച് തരണം, കുരിശൊന്ന് വെഞ്ചരിച്ച് തരണം, ഈ കൊന്തയൊന്ന് വെഞ്ചരിച്ച് തരണം. ഞങ്ങൾ വണ്ടിയിൽ പോകുന്നവരാണ്, ഞങ്ങൾ ഓരോ കാര്യത്തിന് പോകുന്നവരാണ്, ഞങ്ങൾക്ക് ഈ കുരിശ് അവിടെ കൊണ്ട് വെക്കാനാണ്. അവരൊക്കെ പറയാം പിശാചിൻ്റെ ഉപദ്രവത്തിൽ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതാണ് ധൂപാർപ്പണം. അത് പിന്നെ എല്ലാ വീട്ടിലും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, എന്നാലും ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കുന്തിരിക്കൊക്കെ രാത്രിക്ക് ചിലപ്പോൾ വയ്ക്കണമൊക്കെ നല്ലതാണ് ധൂപാർപ്പണം. അടുത്തതാണ് ഭാഷാപരത്തിലുള്ള സ്തുതിപ്പ്.
ഭാഷാപരത്തിൽ സ്തുതിക്കുക. നല്ല പലതരത്തിലുള്ള ഭാഷാപരങ്ങളുണ്ട്. അതിൽ ചില ഭാഷാപരങ്ങൾ ഡെലിവറൻസിൻ്റെ ഭാഷാപരമാണ്. ആ ഭാഷാപരം സ്തുതിച്ചാൽ പിശാച് ഉടനെ വിട്ടുപോകും. അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ പുള്ളി വയലൻ്റ് ആവും, പുള്ളി ആക്രോശിക്കാൻ തുടങ്ങും. പിശാചിനെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള ഗിഫ്റ്റ് ഓഫ് ടങ് ഉണ്ട്, ഭാഷാപരമുണ്ട്. അതുള്ളവർ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അത് ഉപയോഗിക്കണം. അതുവഴി ധാരാളം പേർക്ക് ഡെലിവറൻസ് കിട്ടും. ഒന്നവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തതാണ് സെൻറ്റ് മൈക്കിളിനോടുള്ള പ്രയർ, വിശുദ്ധ മിഖായേൽ മാലാഖയുള്ള പ്രാർത്ഥന. വിശുദ്ധ മിഖായേൽ മാലാഖയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ മാലാഖയുടെ പ്രാർത്ഥനയുടെ പുസ്തകം വാങ്ങണം. വിശുദ്ധ മിഖായേൽ മാലാഖയുള്ള പ്രാർത്ഥന. ആ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം ഒന്ന് വെഞ്ചരിച്ച് വീട്ടിൽ വെക്കണം, നല്ലതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൊട്ടുള്ള മാർപ്പാപ്പയായിരുന്നു ബെനഡിക്റ്റ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. വിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ചെയ്തതെന്താ? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയതിനു ശേഷം റോമിൽ സെൻറ്റ് മൈക്കിളിൻ്റെ ഒരു വലിയ രൂപം അവിടെ സ്ഥാപിച്ച് ലോകമെമ്പാടും എല്ലാ രൂപതകളിലും എക്സോർസിസം ചെയ്യാൻ വേണ്ടി അച്ഛന്മാരെ നിയമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു സംഭവം നടന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തെ അറിഞ്ഞ് അതിനെ ഡെലിവർ ചെയ്ത് അങ്ങനെയുള്ള എന്താ പറയുന്നത്, അശുദ്ധ ശക്തികളുടെ ഉപദ്രവത്തിൽ നിന്ന് വിടുവിക്കുന്ന ശുശ്രൂഷകളും ഒക്കെ അറിഞ്ഞിരിക്കും. ഒരു അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിച്ച് വിടുവിക്കാനത് ചിലപ്പോൾ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ചില അമ്മമാർ ഞാൻ ഓർക്കുന്നുണ്ട്, മക്കളൊക്കെ ദുർമാർഗ്ഗത്തിൽ പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ മക്കൾ കിടക്കുന്ന കട്ടിലിൻ്റെ 4 മൂലയിലും ഹോളി വാട്ടർ കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഇരിക്കുന്ന കസേര ഹോളി വാട്ടർ കൊണ്ട് കുരിശ് വരച്ച് വെക്കും. പല വിധത്തിൽ അവർ ചെയ്യണതിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ പ്രകടമായ വിധ കൺവേർഷൻ സംഭവിച്ചതും പല ആളുകളുടെ അനുഭവത്തിൽ നിന്ന് കാണാനും കേൾക്കാനും സാധിച്ചു. സെൻറ്റ് മൈക്കിളിനുള്ള പ്രയർ, മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന. സോജിയച്ചൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം സോജിയച്ചനോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. സോജിയച്ചനും ടീമംഗങ്ങളും ഒരു ഇംഗ്ലീഷ് പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോയി. വചനപ്രഘോഷണ ശുശ്രൂഷയ്ക്കാണ് പോയത്. ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കുറേ 10-40 വർഷമായിട്ട് ധ്യാനം നടക്കാത്ത ഒരു ഒരു ഇംഗ്ലീഷ് പള്ളിയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ധ്യാനം കോമിഷനൊക്കെ നടത്തി ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ചൊക്കെയാണ് പോയിരിക്കുന്നത്. ധ്യാനത്തിന് തുടങ്ങുന്ന സമയമായപ്പോൾ എന്താണെന്നറിയില്ല, സൗണ്ട് സിസ്റ്റം ശരിക്കും പ്രോപ്പറായിട്ട് ഹൗളിങ് വരുന്നു, അതുണ്ടാകുന്നു ഇതുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഹൗളിങ് ഉണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാനില്ല. ഇത് വിശ്വാസം നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ ആ പള്ളിയിൽ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ ആ ഭയങ്കര ഹൗളിങ് പ്രശ്നം. എന്ത് ചെയ്താൽ ഒന്ന് ശരിയാകുമ്പോൾ അടുത്ത് ശരിയായില്ല. സൗണ്ട് സിസ്റ്റം ശരിയാകുമ്പോഴത്തേനും സ്ക്രീൻ ശരിയാവില്ല. സ്ക്രീൻ ശരിയാകുമ്പോഴത്തേനും പാട്ടുകാരുടെ അവിടേക്കുള്ള കണക്ഷൻ പോകും. ഇവർ കടന്ന് കഷ്ടപ്പെട്ട്. അപ്പോൾ സമയം 5 മണിക്ക് തുടങ്ങണമെങ്കിൽ 6 മണിക്ക് തുടങ്ങണമെങ്കിൽ 6 പോയി 6:30 പോയി 7 ധ്യാനം തുടങ്ങാൻ പറ്റുന്നില്ല. സൗണ്ട് ഇതൊന്നും എല്ലാം ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് സെറ്റ് ചെയ്യണ്ടേ. ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു. ധ്യാനമാകുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കണ്ടുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ലേഡി അവിടെ പള്ളിയിരിപ്പുണ്ടായിരുന്നു. ആ ഇംഗ്ലീഷ് ലേഡി കുറേ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സെൻറ്റ് മൈക്കിളിൻ്റെ പ്രയർ ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവ സൂചിച്ചെല്ലാവരും കൂടെ കൂട്ടി സെൻറ്റ് മൈക്കിളിൻ്റെ പ്രയർ ചൊല്ലി തീർന്നു. എന്തിനു പറയണോ, ഇതാ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് നോക്കിയായി ധ്യാനം തുടങ്ങാൻ പറ്റി. സെൻറ്റ് മൈക്കിളിൻ്റെ പ്രയർ വളരെ പവർഫുള്ളാണത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഇനി അങ്ങനെ പല കാര്യങ്ങളോട്ട് എഴുന്നേറ്റ് നിന്നേ. നമുക്കൊന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളാണ്. ഇപ്പം നമുക്ക് ചില അശുദ്ധ ചിന്തകൾ വരുന്നു, ചില വെറുപ്പിൻ്റെ ചിന്തകൾ വരുന്നു, ചില അസാധാരണമായ ക്രൂരതയോ അസാധാരണമായ വെറുപ്പോ തോന്നുകയാണെങ്കിൽ അന്ധകാരശക്തി രൂപത്തിലുള്ള സമയമാണ്. ആ സമയം ഹോളി വാട്ടർ എടുത്ത് നെറ്റിയെ കുരിശ് വരയ്ക്കണം. നല്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അസാധാരണമായ തളർച്ച, അസാധാരണമായ ഒരു മടുപ്പ്, ജീവിത നൈരാശ്യം ഒക്കെ ചിലപ്പോൾ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്ധകാരപീഠയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത് തളരാതെ അതിനെതിരായിട്ട് പൊരുതണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ പിശാചിനെ ചെറുത്ത് നിൽക്കുവീൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുകൊള്ളും. ചെറുത്ത് നിൽക്കണം. ആ പിശാചിനെ ഉപദ്രവം, അയ്യോ ഞാനിപ്പോൾ ക്ഷീണമാണല്ലോ അങ്ങനെ പറഞ്ഞ് തളർന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ സമയത്ത് അതിനെ ചെറുത്ത് നിൽക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുട്ടികളെ കണ്ടറിയാം, പട്ടീനെ കണ്ട ഉടനെ കല്ലെടുക്കും. അത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, അത് അതിന് ആ ബ്ലഡിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതെന്താ, അങ്ങനത്തെ ഒരു സ്പിരിറ്റ് വേണം നമുക്ക്.
പിശാച് സംബന്ധമായ കാര്യങ്ങൾ ഉടനെ ചെറുത്ത് നിൽക്കാൻ തോന്നണം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയേ യാക്കോബ് ശ്ലീഹ ലേഖനം, അത് ആ ഭാഗം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കിയേ. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്? അതല്ല, ആ പിശാചിനെ ചെറുത്ത് നിൽക്കുക എന്നുള്ളത് മാത്രം. അവിടെ എന്താ പറഞ്ഞത്? പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഭയപ്പെടേണ്ട കാര്യമല്ല, ചെറുത്ത് നിൽക്കാനാണ് പറയണത്. ഭയപ്പെടാനല്ല പറയണത്, ചെറുത്ത് നിൽക്കാനാണ് പറയണത്. എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളൊന്ന് ഓടി അകന്നുകൊള്ളും. എതിർത്ത് നിൽക്കേണ്ട വഴികൾ ചിലതൊക്കെയാണ് പറഞ്ഞു തന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്താം. കർത്താവേ, ഇന്ന് തൊട്ട് ഏതെങ്കിലും പ്രതികൂലം വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ തളർന്നിരിക്കാതെ ചെറുത്തു നിന്ന് ആ സമയത്തുള്ള അന്ധകാര പീഡയെ തോൽപ്പിച്ച് നിശേഷം നിലം പരിശാക്കാൻ ആ ആത്മീയ പൗരുഷം നിറയട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. നല്ല ദൈവമേ, അവിടുത്തെ കൃപ ഈ ദാസന്മാരുടെ ഇപ്പോൾ ശക്തമായി ആവശ്യിക്കുന്ന കർത്താവേ, അഭിഷേകം നിറയട്ടെ കർത്താവേ, കൃപ നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.